ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നല്ലേ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ അതിനെ ട്രാവേഴ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു പിന്നെ നോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ഇത് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗമുള്ള ക്ലാസ് തന്നെ ആയിരിക്കും. നമ്മൾ നല്ല രീതിയിൽ അതിന്റെ പ്രോഗ്രാം കോഡ് ഉൾപ്പെടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പം പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിത് പല വീഡിയോയിൽ ഞാനിത് പറയാൻ മറന്നു പോകാറുണ്ട്. കാരണം ക്ലാസ് എടുക്കുന്ന ആ ഒരു ഇതിൽ ക്ലാസ് എടുത്ത് എന്ത് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതൊരു ഇതായിട്ട് എടുക്കാം. പിന്നെ അപ്പം കാണുന്ന വീഡിയോസ് കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബിഗിനിങ്ങിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലേ നമ്മളൊരു സ്ട്രക്ചർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ഡാറ്റ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്ന ഒരു പിന്നെ മെമ്പറാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചറിൽ. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റിജർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്ട്രക്ട് ലിസ്റ്റ് സ്റ്റാർ നെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഇതിന്റെ നെക്സ്റ്റിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ ആണല്ലേ. ഇതുപോലത്തെ നമ്മളിപ്പോ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അതേപോലത്തെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അഡ്രസ് വേണം ചെയ്യാം. നമ്മളിപ്പോ ഈ ഒരു ഇന്റിജറിന്റെ അഡ്രസ് ആണെങ്കിൽ അതിന്റെ ടൈപ്പ് പോയിന്റിന്റെ അഡ്രസ് ടൈപ്പ് എന്ത് കൊടുക്കും, പോയിന്റിന്റെ ടൈപ്പ് ഇന്റിജർ കൊടുക്കും അല്ലെ. അപ്പൊ ഇതിപ്പോ ഒരു സ്ട്രക്ചറാണ് അതിന്റെ ടൈപ്പ്, മനസ്സിലായി. ഒരു സ്ട്രക്ചറിന്റെ അഡ്രസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിട്ട് കൊടുക്കുക, സ്ട്രക്ട് എന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഞാൻ സ്ട്രക്ട് ലിസ്റ്റ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് സ്ട്രക്ട് ലിസ്റ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ സ്റ്റാർട്ട് ഒരു പോയിന്റ് ഡാറ്റ വേണം. അതുപോലെ നമുക്ക് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു PTR എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു പോയിന്റർ വേരിയബിൾ വേണം. അതിന് MLO ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ട് എല്ലാത്തിനും നമുക്ക് വേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ ഞാനിപ്പോ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഡാറ്റ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ആണുള്ളത് നോക്കിയോ. ഇങ്ങനെ ഇപ്പൊ 3 നോഡ് ഉള്ളതാണ്. ഇതിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, നള്ളാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ABC ഇങ്ങനെയാണ് ഇതിന്റെ അഡ്രസ് വരുന്നതെങ്കിൽ ഈ B എന്ന് പറയുന്ന അഡ്രസ് ആയിരിക്കും ഫസ്റ്റ് വണ്ണിന്റെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത്. എങ്കിലല്ലേ നമുക്ക് ലിങ്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ലിങ്ക് വരുന്നത് അല്ലെ. അതുപോലെ ബിയുടെ നെക്സ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യണം, അടുത്ത നോഡിന്റെ അഡ്രസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ലിങ്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ലോജിക്ക് എന്താ പറയുന്നത്, ആദ്യം നമ്മൾ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അതായത് MLO ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഒരു നോഡ് അവിടെ അലോക്കേറ്റ് ചെയ്തു. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന 10, 20, 30 എന്ന് പറഞ്ഞിട്ടാണ് ഡാറ്റ കൊടുത്തിരിക്കുന്നെങ്കിൽ ഇപ്പൊ സോർട്ടഡ് തന്നെ വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ സോർട്ടഡ് ലിസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിൽ ആദ്യം ഈ ഡാറ്റ പാർട്ടിൽ നമ്മൾ വാല്യൂ റീഡ് ചെയ്യും. ഞാനിപ്പോ കൊടുക്കുകയാണ്, സപ്പോസ് 14 ആണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വെക്കും. അതിനുശേഷം എന്താ ചെയ്യാം, ഇവിടെ ആദ്യം MLO ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ പാർട്ടില് അതിന്റെ ഡാറ്റ പാർട്ടിൽ ഡാറ്റ റീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഇതാണ് ബിഗിനിങ്ങിൽ, ഇപ്പൊ ഇതാണ് സ്റ്റാർട്ട് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, ഈ A എന്ന് പറയുന്ന അഡ്രസ് ആണ് സ്റ്റാർട്ടിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തത് ഇത് PTR എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് അവിടെ MLO ഫംഗ്ഷൻ ചെയ്തേക്കുന്നത്. അവിടെ ഡാറ്റ പാർട്ട് റീഡ് ചെയ്തു. എന്നിട്ട് PTR നെക്സ്റ്റ് പാർട്ടിൽ എന്ത് കൊടുക്കണം, ഈ സ്റ്റാർട്ടിന്റെ അഡ്രസ്സിന് എടുത്ത് കൊടുക്കാം. മനസ്സിലായി. അപ്പൊ സ്റ്റാർട്ടിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, A ആണ്. മനസ്സിലായോ. അപ്പൊ അതിങ്ങനെയായി അല്ലെ. അതിനുശേഷം നമ്മൾ ഒരു ചേഞ്ച് കൂടെ അവിടെ വരുത്തണം. എന്താണ്, ഇതിനെ സ്റ്റാർട്ട് ആക്കണം അല്ലെ. ഇതിനെ എന്താക്കാം, PTRനെ എന്താക്കാം, സ്റ്റാർട്ട് ആക്കാം അല്ലെ. അപ്പൊ സ്റ്റാർട്ട് സീക്വൽ ടു PTR കൊടുക്കുമ്പോൾ ബിഗിനിങ്ങിൽ ഒരു നോഡ് അവിടെ ഇൻസേർട്ട് ആയി. മനസ്സിലായില്ലേ. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ, നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ബിഗിൻ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്ട്രക്ട് ലിസ്റ്റിന്റെ ഒരു പോയിന്റർ വേരിയബിൾ PTR ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒരു ഐറ്റം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. PTRനകത്ത് MLO വെച്ചിട്ട് ഒരു നോഡ് അലോക്കേറ്റ് ചെയ്തു അല്ലെ, ഒരു പിന്നെ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ അലോക്കേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അല്ലെ. അപ്പൊ സപ്പോസ് ഇപ്പൊ എനിക്ക് മെമ്മറി ഫുൾ ആണ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിലൊന്നും നമുക്ക് അങ്ങനെ മെമ്മറി ഫുൾ വരില്ല, കാരണം ഒരുപാട് നമുക്ക് സ്പേസ് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ സപ്പോസ് അതിന്റെ സ്പേസ് അവൈലബിൾ അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവിടെ ഓവർഫ്ലോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലല്ല, അലോക്കേഷൻ നടന്നു, കറക്റ്റ് ആയിട്ട് അലോക്കേഷൻ നടന്നു, നമുക്കൊരു നോഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്റെ വാല്യൂ പറഞ്ഞിട്ട് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഡാറ്റ റീഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ് സ്കാൻഫ് %d അഡ്രസ് ഓഫ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്യുമ്പോൾ ഇവിടെ ഐറ്റം എന്ന് പറയുന്ന ഇന്റിജർ വേരിയബിളിന്റെ ഡാറ്റ വന്നു. അതിന് PTR നമ്മളിപ്പോൾ അലോക്കേറ്റ് ചെയ്ത് PTR ആണ് അല്ലെ. ഈ PTR ആരോ ഡാറ്റ ഇക്വൽ ടു ഐറ്റം പറയുമ്പോൾ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിനകത്ത് ഇവിടെ 40 എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ കൊടുത്തെങ്കിൽ ആ പാർട്ടിൽ എന്ത് ചെയ്യും, ഒരു വാല്യൂ അസൈൻ ആവും. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഈ PTR ആരോ നെക്സ്റ്റ് ഈ പാർട്ടിലോട്ട് ഇപ്പോഴത്തെ സ്റ്റാർട്ടിന്റെ വാല്യൂവിനെ എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യണം. PTR ആരോ നെക്സ്റ്റ് കൊടുക്കണം. അപ്പൊ PTR ആരോ നെക്സ്റ്റ് ഇക്വൽ ടു എന്ന് പറഞ്ഞു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇതുകൂടെ ഇവിടെ വേണം. എന്താ വേണ്ടത്, ഇതിന് ഈ സ്റ്റാർട്ട് മാറ്റണം അല്ലെ. സ്റ്റാർട്ട് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സ്റ്റാർട്ട് ഈക്വൽ ടു എന്ത് കൊടുക്കുക, PTR കൊടുക്കുക. സ്റ്റാർട്ട് ഈക്വൽ ടു എന്ത് കൊടുക്കണം, PTR കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിന്റ് ഓഫ് മെസ്സേജ് കൊടുക്കാം. പ്രിന്റ് ഓഫ് എന്ത് കൊടുക്കാം, വാല്യൂ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ പാർട്ടാണ് ഇതിൽ വരുന്നത്.
ആദ്യം ചെയ്തത് എംഎൽഒക്ക് ചെയ്തിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അവിടെ അലോക്കേഷൻ കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി. നടന്നിട്ടില്ലെങ്കിൽ നൾ വാല്യൂ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അതാണെങ്കിൽ ഡാറ്റ ഓവർഫ്ലോ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണം. എൽസിന്റെ താഴെ വന്നിട്ട് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാണ്. ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എൽസ് പാർട്ടിൽ വന്നിട്ട് ഒരു ഡാറ്റ റീഡ് ചെയ്യും. സ്കാൻ ഓഫ് പെർസെന്റേജ് അഡ്രസ് ഓഫ് ഐറ്റം അല്ലെ, ആംപർസെന്റ് ഓഫ് ഐറ്റം പറഞ്ഞ് ഡാറ്റ റീഡ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം എന്താ വേണ്ടത്, PTR ആരോ ഡാറ്റ ഈക്വൽ ടു എന്ന് പറയാം ഐറ്റം. PTR ആരോ ഡാറ്റ ഈക്വൽ ടു ഐറ്റം. അപ്പൊ ഈ ഇതിന്റെ ഡാറ്റ പാർട്ടിൽ വാല്യൂ അസൈൻ ആയി. അതിനുശേഷം PTR ആരോ നെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു, സ്റ്റാർട്ട് പറഞ്ഞു. അതിനുശേഷം എന്താ പറയാ, സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ഈ PTR പറയാം. അപ്പോഴേ ഇത് ബിഗിനിങ്ങിൽ ആവുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തുടങ്ങുന്നത് അല്ലെ. ഇനിയിപ്പോ എനിക്ക് ഇതിൽ നിന്ന് മൂവ് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന വാല്യൂലാണ് തുടങ്ങുന്നത് അല്ലെ. PTR ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നെക്സ്റ്റ് മൂവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പം ഇതിനെ സ്റ്റാർട്ട് ആക്കണം, മനസ്സിലായെങ്കിൽ ഇത് ലിങ്കിന്റെ ബിഗിനിങ്ങിലുള്ള ഡാറ്റ ആയിട്ട് മാറുള്ളൂ അല്ലെ. നമ്മൾ സപ്പോസ് ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തില്ല എന്ന് വെക്കും, സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു PTR കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും സ്റ്റാർട്ട്. ഈ ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എല്ലാം ഇവിടെ അസൈൻ ചെയ്ത് വെച്ചു, പക്ഷെ അത് ലിസ്റ്റിലോട്ട് ലിങ്ക് ആവില്ല. മനസ്സിലായില്ല? എന്തുകൊണ്ടാണ് ഇവിടെയാണ് ഇപ്പൊ സ്റ്റാർട്ട് നിൽക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിനെ മാറ്റി ഇങ്ങോട്ട് ആക്കണം, മനസ്സിലായോ? അപ്പൊ എന്താ പറയുക, ഇവിടെ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു PTR കൊടുക്കണം, അത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഏതായിരുന്നു, ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാൻ അല്ലേ. ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണ്, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ സ്റ്റാർട്ടിൽ അസൈൻ ചെയ്യുക, PTR സ്റ്റാർട്ടിൽ അസൈൻ ചെയ്യുക. അതല്ലെങ്കിൽ വേറെ വേരിയബിൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിന്റെ വാല്യൂ എടുത്ത് ടെമ്പിലോട്ട് അസൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, മൂവ് ചെയ്ത് ഇവിടെ എത്തണം അല്ലേ. ഇവിടെ എത്തുമ്പോൾ എന്താണ്, ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണ്. ആ പൊസിഷനിൽ വേണം നമുക്ക് അടുത്ത നോഡിനെ അലോക്കേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഒരു നോഡ് അലോക്കേറ്റ് ചെയ്തു, PTR എന്ന് പറയുന്ന ഒരു നോഡ് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇപ്പൊ PTR എന്ന് വിചാരിക്കും. അപ്പൊ PTR അലോക്കേറ്റ് ചെയ്തു. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക, എന്തൊക്കെ ചേഞ്ചസ് വരണം. ഇപ്പൊ ഇത് ടെമ്പായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, മൂവ് ചെയ്ത് ഇതാണ് ഇപ്പൊ ടെമ്പ് എന്ന് പറയുന്നതിന്റെ പോയിന്റിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ്, ടെമ്പാരോ നെക്സ്റ്റ് നള്ളാണെങ്കിൽ വേണം അതിനെ അസൈൻ ചെയ്യാൻ അല്ലെ. അപ്പൊ ടെമ്പാരോ നെക്സ്റ്റിലോട്ട് എന്ത് അസൈൻ ചെയ്യണം, ഈ PTR. ഇപ്പൊ സപ്പോസ് ഇതിന്റെ അഡ്രസ് D ആണെങ്കിൽ ഈ നൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ D അസൈൻ ചെയ്യണം അല്ലെ. D അസൈൻ ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഡാറ്റ ഏതാണോ അതിനെ ഇവിടെ അസൈൻ ചെയ്യാം അല്ലെ. എന്നിട്ട് ഈ PTRന്റെ നെക്സ്റ്റ് പാർട്ടിനെ നള്ളാക്കുക. ഓക്കെ, ഇത്രയും പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ D ഇവിടെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക് ഇങ്ങനെ, മനസ്സിലായല്ലോ. എന്തൊക്കെ ചെയ്യണം, ഒരു നോഡ് അലോക്കേറ്റ് ചെയ്യാം, ഇതിനകത്തുള്ള ഡാറ്റ റീഡ് ചെയ്യാം, ഇത് അലോക്കേറ്റ് ചെയ്തോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, PTR നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ അവിടെ അലോക്കേഷൻ നടക്കും അല്ലെ. അത് അങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യാം, ഇവിടെ ഡാറ്റ റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ പോയിന്റർ, അതായത് ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ കൂടെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റാർട്ടിന്റെ വാല്യൂവിനെ ടെമ്പിലോട്ട് അസൈൻ ചെയ്യാം. എന്നിട്ട് ഒരു ലൂപ്പിനകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ്, ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ്, ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് പറഞ്ഞ് ഏതൊരു പോണം, ടെമ്പാരോ നെക്സ്റ്റ് നള്ളാന്നിടം വരെ പോണം. ഇപ്പൊ ഇതായിരുന്നു ലാസ്റ്റ് നോഡ്. അപ്പൊ ഈ പാർട്ട് ആദ്യം എന്തായിരുന്നു, നള്ളായിരുന്നു. ആ പൊസിഷൻ വരെ എന്ത് ചെയ്യണം, ഇതിനെ മൂവ് ചെയ്യണം. അപ്പൊ ഇതിപ്പോ ടെമ്പിനെ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം, ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, PTR കൊടുക്കുമ്പോൾ ലിങ്ക് ഇങ്ങനെ ആയി അല്ലെ, ഇതിലോട്ട് ലിങ്ക് ആയി കഴിഞ്ഞു. അതിനുശേഷം PTR ആരോ നെക്സ്റ്റിനെ എന്താക്കണം, നള്ളാക്കണം. ഇതാണ് എന്റെ കൺസെപ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുത്തു. നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്, PTR എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. അതുപോലെ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് അനദർ ഒരു പോയിന്റർ വേരിയബിൾ PTR സ്റ്റാർ PTR ആൻഡ് എന്താണ് സ്റ്റാർ ടെമ്പ്. അതിന്റെ ടൈപ്പ് എന്താണ്, സ്ട്രക്ചർ ലിസ്റ്റ്. കാരണം ഒരു നോഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഇൻഡിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. PTRലോട്ട് ഒരു എംഎൽഒക്ക് ചെയ്തു അല്ലെ, എംഎൽഒ ഫംഗ്ഷൻ ചെയ്തിട്ട് ഒരു അലോക്കേഷൻ ചെയ്തു. ആ അലോക്കേറ്റ് ചെയ്ത വാല്യൂ നള്ളാണെന്ന് നോക്കി. നള്ളാണെങ്കിൽ ഓവർഫ്ലോ മെസ്സേജ് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ എൽസ് പാർട്ടിൽ വരും. എൽസ് പാർട്ടിൽ വരുന്ന സമയത്ത് എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഇപ്പൊ ആൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം, മനസ്സിലായോ. ലിസ്റ്റ് ഉണ്ടെങ്കിലാണ് ലിസ്റ്റിന്റെ ലാസ്റ്റിൽ ചെയ്യേണ്ടത് അല്ലെ. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് ആദ്യത്തെ നോഡ് എന്ന് പറയുന്നത്, മനസ്സിലായി. അതാണ് ഈ എൽസ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, എന്റെ വാല്യൂ പറഞ്ഞു, സ്കാനഫ് പറഞ്ഞിട്ട് ഐറ്റത്തിലോട്ട് ഡാറ്റ റീഡ് ചെയ്തു. അതിനുശേഷം PTR ആരോ ഡാറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞു, ഐറ്റം പറഞ്ഞു. അപ്പൊ PTR ആരോ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പാർട്ടിൽ നമ്മൾ റീഡ് ചെയ്ത് സ്കാനഫ് പറഞ്ഞ് റീഡ് ചെയ്ത വാല്യൂ അസൈൻ ആയി. അതിനുശേഷം എന്താ ചെയ്തത്, സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളാണെന്ന് നോക്കി. അപ്പൊ ബിഗിനിങ്ങിൽ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് നമുക്ക് വാല്യൂ ഉണ്ട്, മനസ്സിലായോ. ഇപ്പൊ ഇതിനകത്ത് ഒരു നോഡൊന്നും ക്രിയേറ്റ് ചെയ്തില്ല, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നോഡ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം, PTR ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാക്കുക. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിനെ നള്ളാക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ഈക്വൽ ടു PTR ആക്കുക. അപ്പൊ സപ്പോസ് ഇതുവരെയുള്ള ലിസ്റ്റ് ഇപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിനെ സ്റ്റാർട്ട് ആക്കുക. മനസ്സിലായോ. ഇതിനകത്ത് ഇപ്പൊ ഡാറ്റ നമ്മളൊന്നും ഒരു ഡാറ്റയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എന്താക്കുക, ബിഗിനിങ്ങിലെ ഫസ്റ്റ് നോഡായിട്ട് അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും അത് തന്നെ ആയിട്ട് വരും. ഓക്കെ, PTR ആയിട്ട് നെക്സ്റ്റ് നള്ളാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറയാം PTR, സ്റ്റാർട്ട് ഈക്വൽ ടു PTR. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ട് എൻഡും അതാണ് അല്ലെ. അപ്പൊ അതിനെ PTRനെ എടുത്ത് സ്റ്റാർട്ടിലോട്ട് അസൈൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു മെസ്സേജ് കൊടുത്തു, നോഡ് ഇൻസേർട്ടഡ്. അപ്പൊ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ലിസ്റ്റ് ആൾറെഡി ക്രിയേറ്റഡ് ലിസ്റ്റ് അല്ല, നമ്മൾ പുതുതായിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇനി അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിന്റെ എൻഡിലാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യാം, ടെമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഒരു പോയിന്റ് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എന്ത് കൊടുത്തു, ടെമ്പ് ഈക്വൽ ടു സ്റ്റാർട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ടെമ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരെ വരണം അല്ലെ.
അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു വയൽ ടെമ്പാരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. അതായത് ടെമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് നൾ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ വരുമ്പോൾ നള്ളല്ല. അപ്പൊ വീണ്ടും ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് കൊടുത്തു, ഇവിടെ വന്നപ്പോഴും നള്ളല്ല അല്ലെ. വീണ്ടും ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് കൊടുത്തു, ഇവിടെ വന്നപ്പോഴും നള്ളല്ല. വീണ്ടും ടെമ്പ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ, ഇത് നേരത്തെ നള്ളാണ് അല്ലെ, നള്ളാണ്. ആ സമയത്ത് എന്ത് കൊടുക്കുക, ഇത് വൈലിൽ നിന്ന് ഔട്ട് ചെയ്യും, പുറത്ത് വരും അല്ലെ. ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിലാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ടെമ്പ് ഈക്വൽ ടു നൾ വന്നപ്പോൾ എന്താ, ഇവിടുന്ന് ഈ വൈൽ ലൂപ്പിംഗ് എക്സിറ്റ് ആയി. ആ സമയത്ത് ടെമ്പാരോ നെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു PTR. ടെമ്പാരോ നെക്സ്റ്റ് ഈ പാർട്ടിൽ PTR അസൈൻ ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് ഈ D ഇവിടെ അസൈൻ ആയി. ഓക്കെ അല്ലേ. അതിനുശേഷം എന്ന് പറഞ്ഞു PTR ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ. അതായത് ഈ PTRന്റെ നെക്സ്റ്റ് പാർട്ടിനെ എന്താക്കി, നള്ളാക്കി. മനസ്സിലായോ? കാരണം ഡിസ്റ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാർട്ട് നള്ളാണ്. ഓക്കെ. അതിനുശേഷം ഇവിടെ എന്താണ്, പ്രിന്റ് ഓഫ് നോട്ട് ഇൻസർട്ടഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്ത, ടെമ്പ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു PTR കൊടുക്കുക, അതുപോലെ PTR ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ കൊടുക്കുക. അപ്പം ഇതിന്റെ ലാസ്റ്റിലോട്ട് ആ നോഡ് ഇൻസേർട്ട് ആയിട്ട് അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി. ഇപ്പൊ അതാണ് ലാസ്റ്റ് നോഡ്. മനസ്സിലായല്ലോ? വളരെ എളുപ്പമാണിത്. ഓക്കെ. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിന് മുന്നേ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഈ ലാസ്റ്റ് നോഡ് ഇവിടെ ചെയ്യണം. അപ്പൊ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഇതിനെ ഒരു ടെമ്പറിനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക അല്ലെ. ഇതിനകത്ത് ഡാറ്റ നമ്മൾ റീഡ് ചെയ്തു, ഇതിന്റെ അഡ്രസ് എടുത്തിട്ട് ടെമ്പാരോ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ. എന്നിട്ട് PTR ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാക്കി. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പ്രോഗ്രാം നോക്കാൻ. മനസ്സിലായോ? അപ്പൊ എന്നിട്ട് പ്രോഗ്രാം കോഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആക്കണ്ട. അടുത്ത ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമന്റ് ചെയ്യാൻ മടിയും കാണിക്കില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ. വീണ്ടും നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.